കേരളത്തിലാകെ തകർന്നു നിൽക്കുന്ന മനുഷ്യരുടെ കണ്ണീരിനുമേൽ സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിനായി കുത്തിത്തിരിപ്പ് നടത്താൻ നോക്കിയ CPM-ന് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. പ്രളയം തകർത്തു കളഞ്ഞ ജീവിതങ്ങളുമായി ആറന്മുളയിലെയും കോഴഞ്ചേരിയിലെയും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന പാവപ്പെട്ട മനുഷ്യരെ പോലും സ്വന്തം പാർട്ടി പ്രൊപ്പഗാണ്ടയ്ക്ക് ഇരയാക്കാൻ ശ്രമിച്ച കുപ്രസിദ്ധമായ നീക്കം ഇപ്പോൾ തകർന്നു തരിപ്പണമായിരിക്കുകയാണ്. മരുന്നിനും ഭക്ഷണത്തിനും പോലും വകയില്ലാതെ അന്തിയുറങ്ങാൻ ഒരിടം തേടിയെത്തിയ വയസ്സായ ഒരു അമ്മയെ മുന്നിൽ നിർത്തി ഇതിനേക്കാൾ നല്ലത് ഞങ്ങളുടെ നേതാവായിരുന്നു എന്ന് ക്യാമറയ്ക്ക് മുന്നിൽ പറയിപ്പിക്കാൻ തിരക്കഥ എഴുതിയത് CPM ഏരിയ കമ്മിറ്റി നേതാവായിരുന്നു എന്ന് സത്യം പുറത്തു വന്നതോടെ നാടൊന്നാകെ ഞെട്ടിയിരിക്കുകയാണ്. എന്നാൽ പാവം മനുഷ്യരുടെ നെഞ്ചത്ത് ചവിട്ടി നാടകം കളിച്ച ഇക്കൂട്ടരുടെ കള്ളത്തരം അധിക നേരം നീണ്ടു നിന്നില്ല. എനിക്കൊന്നും അറിയില്ലായിരുന്നു, ആ നേതാവ് വന്ന് നിർബന്ധിച്ച് പറയിപ്പിച്ചതാണെന്ന് ആ അമ്മ തന്നെ തുറന്നടിച്ചതോടെ CPM-ന്റെ കള്ളക്കളി പൂർണ്ണമായും പൊളിഞ്ഞു വീണു. ദുരന്തമുഖത്ത് ജനങ്ങൾ നെട്ടോട്ടമോടുമ്പോൾ അവിടെ പോയി രാഷ്ട്രീയം കളിച്ച കമ്മി നേതാവിനെ എല്ലാ തെളിവുകളും നിരത്തി കോൺഗ്രസ് പൂർണ്ണമായും തുറന്നു കാട്ടിയിരിക്കുകയാണ്. ആറന്മുളയിലെ അമ്മയെ മുന്നിൽ നിർത്തി CPM നേതാവിന്റെ കള്ളത്തരം പൊളിച്ചടുക്കി അയാളെ ഇല്ലാതാക്കിയ ആ രംഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അതെ, ഒരു മിനിറ്റ് നോക്കണേ. എന്തോയിനായി ഗവൺമെന്റ് ഞങ്ങൾ ഉണ്ടായിട്ടല്ലേ ഇവര് കയറി പോകുന്നത്. ഇനി ഞങ്ങൾ കണ്ടോണം ഇതിനെക്കാട്ടി എന്തോ ഡിജിറ്റലായിരുന്നു ഇന്ത്യ. രാവിലെ പലരും അയച്ചു തന്നൊരു വീഡിയോ ആണ് കണ്ടപ്പോൾ വലിയ വിഷമം തോന്നി. ഏതൊരു പാവപ്പെട്ട അമ്മ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ നിൽക്കുകയാണ്, ആ ക്യാമ്പിലെ പരിമിതികളെ പറ്റി പറയുന്നു, എന്തോത്തിനാണ് ഈ ഗവൺമെന്റ് എന്ന് ചോദിക്കുന്നു. ഏറ്റവും ഒടുവിലായി ഇതിനേക്കാൾ എത്രയോ ഡീസന്റാണ് ആ വിജയനം ചോദിച്ചിട്ട് പോകുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ ജില്ലയിൽ ഉത്തരവാദിത്തപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി നിർത്തി ഉദ്യോഗസ്ഥന്മാരോട് വിവരം അറിയിച്ചു. ആറന്മുള MLA ശ്രീ അബിൻ വർഗീയെ ഫോൺ കിട്ടിയപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചു. അതിനുശേഷം എനിക്കിപ്പോൾ അബിൻ തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം അയച്ചു തന്നിരിക്കുന്നത്. അതുകൂടി നോക്കാം. അമ്മേ, രാവിലെ എന്തൊക്കെയോ പരാതി, അമ്മയ്ക്ക് എന്തൊക്കെയോ വിഷമമുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്തായിരുന്നു? എന്റെ മുന്നു പോലെ എനിക്കൊന്നും അറിയത്തില്ല. എന്റെ അടുത്ത് നിന്ന് മിനിമം പറഞ്ഞു ഇന്നതുപോലൊക്കെ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത്രേ ഉള്ള കാര്യം, അല്ലാതെ ഒരു കാര്യമില്ല. എനിക്ക് ആ അമ്മയോട് പ്രത്യേകിച്ച് പരിഭവമൊന്നും തോന്നിയില്ല. പക്ഷേ ആ നിസ്സഹായമായ അവസ്ഥയിൽ നിൽക്കുന്ന അമ്മയുടെ നാവിലേക്ക് സ്വന്തം കുത്തിത്തിരിപ്പ് രാഷ്ട്രീയം കുത്തിത്തിരികെ കൊടുത്ത ആ ബിജിലിമോൻ ആരാണെന്ന് കാണണ്ടേ? അമ്പട കേമ സജാവ് ബിജിലി കുട്ട കോഴഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗമാണ് ഈ ബിജിലിമോൻ എന്ന് പറയുന്ന ചെങ്ങാതി. എന്റെ പൊന്നു ബിജിലി, ആ പമ്പയാറ്റിലൂടെ കുത്തിയൊലിച്ചു വരുന്ന ചെളി വാരി തിന്നാൽ ഇതിനേക്കാൾ അന്തസ്സ് കാണാം. ഒരു നാടിനെ ചേർത്ത് പിടിക്കുന്ന നാട്ടിലെ MLA അബിൻ വർക്കിയും കുറെ ഉദ്യോഗസ്ഥന്മാരും വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളുമെല്ലാം ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുമ്പോൾ അതിനിടയിലും ഈ വിഷവുമായി ചേർന്നാൽ ചില്ലറ ഉടുപ്പൊന്നും പോരെന്റെ പൊന്നു ചെങ്ങാതി. നിങ്ങളെപ്പോലുള്ള ദുരന്തങ്ങളെയും ഈ മഴയും ഒരുപോലെ ഈ നാട് നേരിടും. ഈ ദുരന്തത്തിന് ഈ നാട് തിരിച്ചടി നൽകുക തന്നെ ചെയ്യും.